നമസ്കാരം. 2025 തുടക്കത്തിൽ പ്രധാനമായും ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. രാഹുവും ബുധനും മീനം രാശിയിൽ സംഗമിക്കുകയാണ്. തന്മൂലം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ബുധൻ 2025 ഫെബ്രുവരി 22 മീനത്തിലേക്ക് പ്രവേശിക്കുന്നതുമാണ്. രാഹുവും ബുധനും ഒരേ രാശിയിൽ പ്രവേശിക്കുമ്പോൾ അത് ചില രാശിക്കാർക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ഉയർച്ച, സൗഭാഗ്യങ്ങൾ, കൂടാതെ സർക്കാരുമായി ബന്ധപ്പെട്ട ജോലി, കൂടാതെ മറ്റ് ഉയർന്ന ഉദ്യോഗങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നതാകുന്നു. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ 2025 നേടിയെടുക്കുവാൻ സാധിക്കുക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാകുന്നു. ഇടവം രാശിക്കാർക്ക് സാമ്പത്തികപരമായ ലാഭങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. വളരെ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. ജീവിതത്തിൽ പല പ്രതിസന്ധികളും നിങ്ങൾക്ക് ഇല്ലാതാകുവാൻ സഹായകരമായി തീരുന്ന സമയമാകുന്നു. കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ പലതുണ്ട്. എന്നാൽ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നു എന്നതാണ് വാസ്തവം. ഓരോ ചുവടിലും വിജയങ്ങൾ നേടുവാൻ അല്ലെങ്കിൽ കൈവരിക്കുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല രീതിയിലുള്ള മാറ്റങ്ങൾ, ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ അകലുന്നതിന് സഹായകരമാണ് ഈ സമയം. സമ്പാദ്യം വർദ്ധിപ്പിക്കുവാനും ഈ രാശിക്കാർക്ക് അഥവാ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. എണ്ണിയാൽ തീരാത്ത നേട്ടങ്ങൾ തന്നെയാണ് ഈ രാശിക്കാരെ അഥവാ ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ ലാഭം പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. കൂടപ്പിറപ്പുകളുമായി ബന്ധപ്പെട്ട് സഹായം ലഭിക്കുന്നതായ സാഹചര്യമുണ്ട്. കുടുംബ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ യോഗം സിദ്ധിക്കുന്നതാകുന്നു. ബിസിനസ് പരമായി നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങളാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം വളരെയധികം നേട്ടങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നു ചേരാം. പറയുന്നത് പുതിയ ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട ജോലി ലഭിക്കുവാൻ അല്ലെങ്കിൽ മറ്റു ഉയർന്ന ഉദ്യോഗങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. അല്പമൊന്ന് ശ്രമിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വിചാരിച്ചതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ജോലി ലഭിക്കുവാൻ സാധ്യത കൂടുതലായതിനാൽ തന്നെ ശ്രമങ്ങൾ നടത്തുന്നത് ഉത്തമമാകുന്നു. കഠിനമായ പ്രയത്നം നടത്തുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരാം. വിദ്യയിൽ ശോഭിക്കുവാൻ സാധിക്കും. കൂടാതെ പങ്കാളിയിൽ നിന്നും സ്നേഹവും കരുതലും വന്നു ചേരുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. ഈ സമയം പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. ചെയ്യുന്ന പ്രവർത്തികളിൽ വിജയങ്ങൾ, നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സമയമാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്നതായ സമയം. ആഗ്രഹിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ ആശയങ്ങൾ ആവിഷ്കരിക്കുവാൻ സാധിക്കും. അത് നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൂടാതെ സന്തോഷവും സമാധാനവും ഈ സമയം ജീവിതത്തിലേക്ക് വന്നു ചേരാം. സാമ്പത്തികപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ അകലുവാൻ സഹായകരമായി തീരും. കുടുംബത്തിൽ നിങ്ങളുടെ വാക്കിന് വലിയ വില ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതാകുന്നു. അഭിപ്രായങ്ങൾ പലതും ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ ആ അഭിപ്രായങ്ങൾക്ക് മറ്റുള്ളവർ വില നൽകുന്നതായ സാഹചര്യം വന്നു ചേരും. മറ്റുള്ളവരിൽ നിങ്ങളെക്കുറിച്ച് മതിപ്പും ആദരവും സൃഷ്ടിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായി നിലകൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. രാഷ്ട്രീയത്തിൽ ശോഭിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. രാഷ്ട്രീയത്തിൽ ഉയർന്നു വരാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു.
അഥവാ രാഷ്ട്രീയത്തിൽ ശോഭിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. കുടുംബത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ, പ്രശംസകൾ വന്നു ചേരുവാനുള്ള സാധ്യതയും കൂടുതലാകുന്നു. പുതിയ സ്ഥലം, വീട് എന്നിവ വാങ്ങുവാനുള്ള അവസരങ്ങൾ ഈ രാശിക്കാർക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം വളരെ അനുകൂലമായ കാര്യങ്ങളാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുക. തൊഴിലുമായി ബന്ധപ്പെട്ട് പുതിയ തൊഴിൽ ലഭിക്കുക, വിദേശത്തേക്ക് പോവുക, സർക്കാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർക്കാർ ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതിനാൽ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ, കഠിനമായ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുവാൻ അല്പം സാധ്യത കൂടുതലാകുന്നു. മത്സര പരീക്ഷകളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതാണ്. സർക്കാർ ജോലി ലഭിക്കാനുള്ള സാധ്യത, യോഗം വന്നു ചേരാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ഈ സമയം ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും കഠിനമായ പരിശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ ശോഭനമായി മാറുന്ന സമയമാണ്. അതിനാൽ വന്നു ചേരുന്നതായ സൗഭാഗ്യങ്ങൾ, അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാകുന്നു. തുലാം രാശിക്കാർക്ക് വിദ്യയിൽ വളരെയധികം ശോഭിക്കുവാൻ സാധിക്കുന്നതായ സമയം വന്നു ചേരും. നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. പഠന മികവ് വന്നു ചേരുന്നതായ സമയമാകുന്നു. പല കാര്യങ്ങളിലും പഠന മികവ് പ്രകടമാക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. സർക്കാർ ഉദ്യോഗം ലഭിക്കാനുള്ള സാധ്യത ഈ സമയം നിങ്ങൾക്ക് അല്പം വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും സാമ്പത്തിക ബാധ്യതകളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണം സ്വരൂപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് ലോണാകാം, ചിട്ടിയാകാം, അല്ലെങ്കിൽ സഹായധനമാകാം. സാമ്പത്തികപരമായ നേട്ടങ്ങളാലോ ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം വീട് പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരും. കൂടാതെ ഈ സമയം വീട് വാങ്ങുക, സ്ഥലം വാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പ്രധാനമായും ബുദ്ധിമുട്ടുകൾ അല്പം കുറയുന്നതായ സമയമാകുന്നു. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ഐക്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ജീവിത നിലവാരം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട ജോലിക്കായി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിലും, സർക്കാരുമായി ബന്ധപ്പെട്ട ജോലിക്കായി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിലും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. സാധ്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാകുന്നതായ സമയമാകുന്നു. ഭാഗ്യം അല്പം അനുകൂലമാകുന്നതിനാൽ തന്നെ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ പ്രയോഗിച്ച് മുന്നോട്ട് പോവുക. വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം.